ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന മോഡൽ പെർഫോമൻസ്, മൈലേജ്, റിലയബിലിറ്റി ആൻഡ് കംഫോർട്ട്, ഇത്രയും കാര്യത്തിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത മോഡലായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ടൊയോട്ട ക്യാമറി 2025. യെസ്, അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക സ്പോർട്ടി എന്ന് തന്നെ എടുത്ത് പറയണം. അതിനൊപ്പം തന്നെ ഒരു എലഗൻറ്റ് ഡിസൈനും കീപ്പ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഒരു ഫ്രണ്ട് ഡിസൈനിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ്. പിന്നെ ആദ്യമേ ഡിസൈൻ എലമെൻറ്റ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തേക്കുന്നത്. ഫുള്ളി LED ഹെഡ് ലാമ്പ്സ് ആണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് DRLs കൊടുത്തേക്കുന്നത് കാണാം. ഈ ഒരു സി ഷേപ്ഡ് ആയിട്ടാണ് DRLs വന്നേക്കുന്നത്. അവിടെ തന്നെയാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഗ്രില്ലിൻ്റെ ഭാഗത്തായിരുന്നു ടൊയോട്ടയുടെ ആ ഒരു ലോഗോ വന്നിരുന്നത്. ഇപ്പോൾ നമുക്കത് മേളിലോട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ടൊയോട്ടയുടെ ആ ഒരു ലോഗോ പ്ലേസ് ചെയ്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ പ്ലേറ്റ് ആണ് വരുന്നത്. പിന്നെ വലിയ രീതിയിലാണ് നമുക്ക് ആ ഒരു എയർ ഡാം വന്നേക്കുന്നത്. നല്ല രീതിയിൽ ഓപ്പണിംഗ് ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് LED പ്രൊജക്ടർ ആ ഒരു ടൈപ്പാണ് നമുക്ക് ആ ഒരു ഫോഗ് ലാമ്പ് വന്നേക്കുന്നത്. ഫ്രണ്ടിലെല്ലാം സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 4 സെൻസേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് ഡിസൈനിൽ പറയാനുള്ളത്. പിന്നെ നമുക്കിപ്പം അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സെൻസർ യൂണിറ്റാണ് ആ കാണുന്നത്. ഇത്രയാണ് ഇനിയിപ്പോൾ ഫ്രണ്ടിലെ ഡിസൈനിനെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് പോകാം. യെസ്, നമ്മുടെ സെഡാൻ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് ഡിസൈൻ തന്നെയാണ് ഈ വെഹിക്കിളിൻ്റെ ഏറ്റവും നല്ലൊരു ഭംഗി എന്ന് തന്നെ എടുത്ത് പറയണം. 4980 mm നമുക്ക് വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ ലെങ്ത് വരുന്നുണ്ട്. 2850 mm ആണ് നമുക്ക് ഈ ഒരു വീൽ ബേസ് വരുന്നത് വെഹിക്കിളിന്. അത്യാവശ്യം നല്ലൊരു വീൽ ബേസ് ആണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത് നമ്മൾ എടുത്ത് പറയണം. പിന്നെ നമുക്കിനി പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് 18 ഇഞ്ച് വീൽസ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു ഡയമണ്ട് കട്ട് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ബ്ലാക്കും സിൽവറും കോമ്പിനേഷനിലാണ് കൊടുത്തേക്കുന്നത്. സെൻറ്ററിൽ നമുക്ക് ആ ഒരു ടൊയോട്ടയുടെ ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 235, 45, R18 ആണ് ടയർ സൈസ് വരുന്നത്. HEV എന്നുള്ളത് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ളതിൻ്റെ ആ ഒരു ബാഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സൈഡിലേക്ക് വന്നാൽ 360 ഡിഗ്രി ക്യാമറ അതിൻ്റെ യൂണിറ്റ് കൊടുത്തേക്കുന്നത് കാണാം. ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഈ ഒരു ഗ്രീൻ ഹൗസ് ഏരിയയുടെ ആ ഒരു ബോർഡർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. സെൻറ്ററിൽ ആ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത്. B പില്ലർ കൊടുത്തേക്കുന്നത്. ബാക്കിൽ നമുക്ക് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റിയർ ഡിസൈനിലേക്ക് പോകാം. അപ്പോൾ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും ഒട്ടും ഒരു സ്പോർട്ടിനെസ് കുറച്ചിട്ടില്ലെന്ന് തന്നെ എടുത്ത് പറയണം. അതിൽ വളരെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. ടെയിൽ ലാമ്പ് യൂണിറ്റിൽ നമുക്ക് ആ ഒരു സി ഷേപ്ഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. LED ടെയിൽ ലാമ്പാണ് വന്നേക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സൈഡിൽ ഹിപ്പ് ഫോർമേഷനിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു യൂണിറ്റ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഡിക്കിയുടെ ഭാഗം വന്നിരിക്കുന്നത് ഒരു ലിപ് സ്പോയിലർ ഇരിക്കുന്ന ഒരു ഫീലിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത്. പക്ഷേ ലിപ് സ്പോയിലർ വരുന്നില്ല. പക്ഷേ എങ്കിലും ആ ഒരു എയറോഡൈനാമിക്കിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ അതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത്. നമുക്ക് സെൻട്രലായിട്ട് ടൊയോട്ടയുടെ ആ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. ക്യാമറയിൽ നിന്ന് നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഇവിടെ HEV എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ടൊരു ബ്ലാക്ക് രീതിയിലാണ് നമുക്ക് ആ ഒരു ഭാഗം കൊടുത്തേക്കുന്നത്. ഇവിടെ 2 സൈഡിലായിട്ട് റിഫ്ലക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡിക്കി ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല വിശാലമായ ബൂട്ട് സ്പേസ് ആണെന്ന് എടുത്ത് പറയേണ്ടതുകൊണ്ട് 587 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പെയർ വീല് ഫുൾ സൈസ് അലോയ് വീൽസ് ആണ് സ്പെയർ വീലിലും വരുന്നത്. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്, അപ്പം ഇത്രയാണ് എക്സ്റ്റീരിയർ ഡിസൈൻ. ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലെ വിശേഷങ്ങളോടൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പം നമ്മുടെ ക്യാമറയുടെ ഇൻറ്റീരിയർ ആണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല. വളരെ എന്താ പറയുന്നത്, ലക്ഷറി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. ആദ്യമേ തന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെൻട്രൽ കൺസോൾ തന്നെയാണ്. ഇതിന് കമ്പനി പറയുന്നത് ഈ ഒരു ഗിത്താർ ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് ആ ഒരു ഗിത്താറിൻ്റെ ആ ഒരു ഭാഗവും പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ട്രിങ്സിനെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു AC വെൻറ്റിലേക്ക് അതിൻ്റെ ഒരു ഡിസൈൻ നിൽക്കുന്നത്. ആ ഒരു ഭാഗം ഫുള്ളി ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ടാൻ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ഡാഷിലൊരു ഡ്യുവൽ ടോൺ ഫിനിഷ് തന്നെ എടുത്ത് പറയണം. ടാനും ഒരു ബ്ലാക്കും ഫിനിഷിലാണ് ഡാഷ് വന്നേക്കുന്നത്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡാഷ് കൊടുത്തേക്കുന്നത്. 12.3 ഇഞ്ചാണ് ഈ ഒരു സ്ക്രീൻ വരുന്നത്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ 9 സ്പീക്കർ സിസ്റ്റമാണ് വെഹിക്കിളിൽ വരുന്നത്. JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമുക്ക് പിന്നെ ക്യാമറയിൽ നമുക്ക് 3 സോൺ AC ആണ് വരുന്നത്. ഡ്രൈവർ സൈഡ് നമുക്കൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. കോ ഡ്രൈവർ പിന്നെ പുറയിലിരിക്കുന്ന പാസഞ്ചറിന് അവിടെയും നമുക്ക് ACയുടെ ടെമ്പറേച്ചർ വേറൊരു ടെമ്പറേച്ചറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് 3 സോൺ AC എന്ന് ഉദ്ദേശിക്കുന്നത്.
നമുക്ക് പിന്നെ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫിസിക്കൽ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ 2 സീറ്റും നമുക്ക് 10-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സുമാണ്. AC വെൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം ചുറ്റിനും. ഇത് മൊത്തം നമുക്ക് ആ ഒരു AC യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് കണ്ട ആ ഒരു വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ സ്വിച്ചസ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ആണ് കൊടുത്തേക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. പുതിയതാണ്, നമ്മൾ വീഡിയോയിൽ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞപ്പോൾ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കവറിലെല്ലാം സെറ്റാക്കി വെച്ചാൽ ഇതാണ് കീ വരുന്നത് വെഹിക്കിളിൻ്റെ. എൻ്റെ ഇവിടെ നമുക്ക് ക്യാമറയിൽ നിന്നുള്ള ഒരു ബാഡ്ജിങ് ഒക്കെ കാണാം. കയർലൈറ്റ് ആയിട്ടായാലും നമ്മൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നതാണ്. വണ്ടി ഫ്രഷ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡ്രൈവും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ TCയും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു വാക്ക് റൗണ്ടായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഇനി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ECVT ട്രാൻസ്മിഷനാണ് വെഹിക്കിളിൽ വരുന്നത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്സ് മോഡ് അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട് ഫീച്ചേഴ്സ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് മാനുവലി ഡ്രൈവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. 3 മോഡ്സ് നമുക്ക് വരുന്നുണ്ട്. എക്കോ, നോർമൽ, സ്പോർട്ട് എന്ന് പറയുന്ന 3 മോഡ്സ് വരുന്നുണ്ട്. ഫുള്ളി EV ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ഹൈബ്രിഡ് എഞ്ചിനാണ്, ഹൈബ്രിഡ് സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. 5th ജനറേഷൻ ഹൈബ്രിഡ് സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇലക്ട്രിക് പാർക്ക് ബ്രേക്കിൻ്റെ ആ ഒരു നോബ് നമുക്കിവിടെ കാണാൻ പറ്റും. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ കാണാം. പിന്നെ നമുക്ക് നല്ല വലിപ്പത്തിൽ, എന്ത് വലിപ്പമെന്ന് നോക്കിയാൽ നല്ല വലിപ്പത്തിലുള്ള ഒരു ആംറസ്റ്റാണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിശാലമായ ഒരു സ്പേസ് ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 12 വോൾട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സ്പോർട്ടി ഫീൽ തരുന്ന ഒരു രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. വളരെ കോമ്പാക്ട് സൈസാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ലെയിൻ ഡിപ്പാർച്ചർ വാണിംഗ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഓട്ടോ ഹൈ ബീം അസിസ്റ്റ് വരുന്നുണ്ട്. ലെയിൻ ക്രോസ് ട്രാഫിക് അലേർട്ട് വരുന്നുണ്ട്. ലെയിൻ ഡിപ്പാർച്ചർ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള അതായത് അഡാസിൻ്റെതായ 30ഓളം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറഞ്ഞ പോലെ നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ ലെതർ റാപ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഓട്ടോമാറ്റിക് വൈപ്പേഴ്സും ഹെഡ് ലാമ്പ്സും അതൊക്കെ അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ ഞാൻ എന്നാലും എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. 9 എയർ ബാഗ്സ് ആണ് വരുന്നത് വെഹിക്കിളിൽ. പിന്നെ അത് കൂടാതെ നമുക്ക് നീ എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടൺ തന്നെ ഇവിടെ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ഈ ഒരു ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 12.3 ഇഞ്ചാണ് ആ ഒരു ക്ലസ്റ്ററും കൊടുത്തേക്കുന്നത്. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള രീതിയിലാണ്. നമ്മുടെ ഈ ഹൈബ്രിഡ് സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ വെഹിക്കിൾ അതിൻ്റെ നമുക്ക് ബാറ്ററിയുടെ ചാർജും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലസ്റ്ററിൽ നമുക്ക് കാണിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ ഷെയർ ചെയ്യാം. പിന്നെ ഈ വെഹിക്കിളിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 230 PS പവറും 221 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു കമ്പൈൻഡ് ഔട്ട്പുട്ടാണ്. അത്യാവശ്യം നല്ല ഒരു പവർ ഫിഗേഴ്സ് ആണെന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ ഈ ഭാഗത്തെല്ലാം ആ ഒരു ടാൻ ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെമ്മറി സെറ്റ് ചെയ്യാവുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. 2 മെമ്മറിയിൽ നമുക്ക് സീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ട ഇവിടെ നമുക്ക് IRVM ഒക്കെ ഓട്ടോയാണ്. അത് നല്ല ഭംഗിയുണ്ട്. വളരെ കോമ്പാക്ട് സൈസിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട നമുക്കൊരു സിംഗിൾ പെയിൻ പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ഫുള്ളി ബ്ലാക്ക് ആണ് ഇൻറ്റീരിയർ എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ഈ റൂഫൊക്കെ ഫുള്ളി ബ്ലാക്ക് ആണ്. അത് കുറച്ചുകൂടെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചളിയൊന്നും പിടിക്കത്തുമില്ല. വണ്ടി കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയുമായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു 2 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന സ്പേസും അവിടെ ഒരു സ്പീക്കർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ആ ഒരു എൻ്റയർ ഡോറിൽ ഫുള്ള് കൊടുത്തേക്കുന്ന ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ്. ടാനും ബ്ലാക്കും ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ടൊയോറ്റ ക്യാമറയുടെ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വിശാലമായ ഒരു സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ അത്യാവശ്യം ബാക്കിലോട്ട് തന്നെ ഇറക്കിയിട്ട് ഡ്രൈവിംഗ് പൊസിഷൻ എടുക്കുന്ന ഒരാളാണ്. എന്നിട്ട് പോലും എൻ്റെ ഒരു നീ റൂം നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ലെഗ് റൂം ആണെങ്കിലും പിന്നെ ഹെഡ് റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല ആമ്പിൾ സ്പേസ് ഉണ്ടെന്ന് തന്നെ എടുത്തു പറയണം. ഓൾമോസ്റ്റ് 5 ഫിംഗർ ഗ്യാപ്പ് നമുക്ക്
ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തൈ സപ്പോർട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ കംഫർട്ടായിട്ട് എൻ്റെ തൈയൊക്കെ നല്ല കംഫർട്ടബിളായിട്ടാണ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഒരു ചെറിയ രീതിയിലൊരു സെൻറ്റർ ടണൽ വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയുള്ളൊരു വെഹിക്കിളിൽ നമ്മൾ എന്തായാലും ഒരു 5 പേരൊന്നും അത്ര ഭയങ്കരമായിട്ട് കംപ്രസ്ഡായിട്ട് ഇരുന്ന് പോകത്തില്ല. എങ്കിലും 5 പേര് ഇരുന്നാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 2 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല എയർ ഫ്ലോ ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് നമുക്കിവിടെ 2 Type C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും നമുക്ക് എടുത്തിട്ടുണ്ട്. മൊത്തം 3 ഫ്രണ്ടിൽ 3 Type C പോർട്ടുണ്ട്. ഞാൻ മുമ്പേ അത് പറഞ്ഞു വന്നപ്പോൾ അത് വിട്ടുപോയായിരുന്നു. ഇച്ചിരി മുമ്പോട്ട് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ബാക്കിലാണെങ്കിലും 2 എണ്ണം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. Type C പോർട്ടിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. പിന്നെ ഇവിടെ 2 സൈഡിലും നമുക്ക് ആ ഒരു സീറ്റ് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫീച്ചർ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ബാക്കിൽ ഈ സൈഡിൽ ആളിരിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ സീറ്റ് ഒന്ന് മുമ്പോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് നീക്കിയിട്ടിട്ട് ഇത്രയൊരു സ്പേസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംറസ്റ്റിൽ നമുക്കിവിടെ കൺട്രോൾസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ ഉണ്ട്. ഞാൻ ഈ സീറ്റ് ആക്റ്റീവ് ആകുന്നുണ്ടോ, ഇങ്ങനെ നമുക്ക് റിക്ലൈൻ ഓപ്ഷനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റും നമുക്ക് എല്ലാ രീതിയിലും ഇതിങ്ങനെ കണ്ടില്ലേ, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതിപ്പോൾ ബാക്കിലെ സൺഷെയ്ഡാണ് കണ്ടില്ലേ, അത് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഓഡിയോ കൺട്രോൾസ്, ട്രാക്ക് മാറ്റാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സോൺ AC എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടേതായ ഒരു ടെമ്പറേച്ചർ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ റീഡിങ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ യൂണിറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഡോറിൽ നമുക്ക് കാണാം ആ ഒരു സൺഷെയ്ഡ് കൊടുത്തേക്കുന്നത് കാണാം. ബാക്കിൽ 2 സൈഡിലും ഈ ഒരു സൺഷെയ്ഡ് വന്നിട്ടുണ്ട് വെഹിക്കിളിൽ. ഇത്രയാണ് നമ്മുടെ ക്യാമറയുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് ഈ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കൈരളി ടൊയോട്ടയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ഇപ്പോൾ ആയിട്ടില്ല, എത്രയും പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ കൈരളി ടൊയോട്ടയിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.